ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ പറയടാ ടു യു തിയോ. ഹാപ്പി ബർത്ത്ഡേ ടു തിയോ. 2025 ജാനുവരി 4. ഹാപ്പി ബർത്ത്ഡേ ടു തിയോ. ഒരു കഷ്ണം നിൽക്കുക നിന്റെ കൈ കൊണ്ട്. ഹാപ്പി ബർത്ത്ഡേ. Happy birthday to Theo. Happy birthday to Theo. Happy birthday to Theo. Yes. $2025 ഒരുപാട് പ്രോജക്റ്റുകൾ മുന്നിലുണ്ട്. നമ്മുടെ പാട്ടുകൂട്ടത്തിന്റെ പ്രഥമ മുല്ലനേഴി സ്മാരക ഗാനരചന അവാർഡിലേക്ക് വന്ന 77ഓളം എന്ന് പറയാം രചനകളിൽ അവസാന റൗണ്ടിലെത്തിയ 16 രചനകൾ, മികച്ച 3 സ്പെഷ്യൽ ജൂറി 3 പ്ലസ് 10 അത് 16 തിയോനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പതുക്കെ അവൻ ചെയ്ത് തീർക്കും. അതുകൊണ്ട് 2025 എന്ന് പറയുന്നത് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കൊല്ലമായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് സാധകം സംഗീതാലയം, മുകളിൽ നാടക സാധകം, തൊട്ടു മുൻപിൽ കോമ്രേഡ് ഡ്രൈവിംഗ് സ്കൂള്, അവിടെയാണ് പാട്ടുകൂട്ടവും പർപ്പിൾ തിയേറ്ററിന്റെയും ഒക്കെ കേന്ദ്രം. അപ്പോ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരു ചെറിയ കറക്കമാണ്. അടുത്തുള്ള നമ്മുടെ പുള്ള ഏരിയയിലേക്ക് ഒന്ന് പോവാണ്. ചില വീഡിയോ ഷൂട്ട് ആൽബമാണ്. തിയോന്റെ വക ഒരു സെന്റൻസ്, ഒരു 2 വരി പാട്ട്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ എന്റെ പിറന്നാൾ ആശംസകൾ. ഞാൻ തന്നെയാണല്ലോ പറയേണ്ടത്. എന്റെ പിറന്നാളല്ലേ. എനിക്ക് 26 വയസ്സ് നേടി. 26ലേക്ക് പ്രവേശിച്ചു. ഇപ്പോ പ്രൊഫഷനിലേക്ക് പോകണം. ചിലപ്പോൾ സിനിമയിലേക്ക് പോകും. അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടാവും. അതെപ്പോഴാണ് കിട്ടാന്നറിയില്ല. എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാനത് നേരിടും. ഭാഗ്യം മാത്രമല്ല, ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. വ്യത്യസ്തമായ ഭാവങ്ങൾ, വ്യത്യസ്തമായ കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിരുന്നു പറന്നു തന്നൊരു പൈങ്കിളി മലത്തേങ്കിളി, പൈങ്കിളി മലത്തേങ്കിളി. യെസ്. ഇന്നത്തെ ദിവസം 26ലേക്ക് പ്രവേശിച്ച എല്ലാ യുവഹൃദയങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള പിറന്നാൾ ആശംസകൾ കൂടി നേരുന്നു. ഞാൻ ചാക്കോടി എന്തിക്കാട്, ഡോക്ടർ ശ്രീജ കെട്ടി, COC. താങ്ക് യു. മധുരമേ ജീവിതമേ മധുരമേ. അല്പം കയ്പ് സംഭവിക്കും, മറക്കരുത്. എല്ലാം ചേർന്നതാണ്. നമുക്കറിയാം, പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാതെ യുദ്ധഭൂമികളായിട്ട് ബന്ധപ്പെടുത്തിയും വയനാടിൻ്റെതായിട്ടുള്ള അവസ്ഥകളിലും ദുരന്തഭൂമിയിലും ഒക്കെ ആയിട്ട് ഒരു പിറന്നാളും ആഘോഷിക്കാതെ ഇങ്ങനെ ഈ വിദൂരതയിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ നമുക്ക് അവരെയൊക്കെ നമ്മളോട് ചേർത്ത് പിടിക്കാം. അവരുടെ പുനരധിവാസം, നമ്മളെപ്പോലെ തന്നെയുള്ള അവരുടെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന്റെ പുനഃസൃഷ്ടി, അതിനുവേണ്ടി നമുക്കും കൈകോർക്കാം. ഈ പിറന്നാൾ ദിവസം അത്തരമൊരു സന്ദേശം കൂടി എല്ലാവർക്കും വേണ്ടി കൈമാറുകയാണ്.
മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതസൗഹാർദ്ദവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട എല്ലാവരുടെയും പുനഃസൃഷ്ടിക്കായിട്ടുള്ള ജീവിതം പുനഃസൃഷ്ടിക്കായിട്ടുള്ള അവരുടെ അതിജീവനത്തിന് വേണ്ടി നമുക്കൊരുമിച്ച് കൈകോർക്കാം. ഈ മധുരം നുണയുന്നത് അതിനും കൂടി വേണ്ടിയാണ്. താങ്ക് യു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെയും പേരിലും സ്വാഗതം ചെയ്യുന്നു. ഒരു വിശേഷം ജനുവരി 4-ാം തീയതി യൂസിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ പിറന്നാളാണ് നമുക്ക് എല്ലാവർക്കും പിറന്നാൾ ആശംസകളാണ്. ഈ അവസരം അപ്പം അത് പിന്നെ പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് വൈസ് പ്രസിഡന്റാണ് അതിന്റെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് പറയും, നല്ല മനസ്സിലാവുള്ളൂ. തിരുവനന്തപുരം വിമൻസ് കോളേജിന്റെ 125ാമത്തെ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വിഷയങ്ങളിലുള്ള ഫാക്കൽറ്റീസ് പേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മ്യൂസിക്കിൽ എനിക്കാണ് ബെസ്റ്റ് പ്രസന്റർക്കുള്ള അവാർഡ് കിട്ടിയിരുന്നത്. അത് സന്തോഷം. ഇപ്പോൾ പ്രസന്റേഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും, ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും, ഞാൻ പോയില്ലല്ലോ. അല്ല, അത്
പ്രസന്റേഷൻ തന്നെ ഇവിടെ ഓൺലൈനിലാണ് ചെയ്തു ഇവിടെ ഇരുന്നിട്ട്. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത കാരണം എനിക്ക് മാത്രമായിട്ട് ഓൺലൈനിൽ അനുവദിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും തിരുവനന്തപുരത്ത് പോയിട്ട് ചെയ്തായിരുന്നു. ഇനി അത് ഇതാക്കണം സപ്ലൈ. ഈ പാട്ട് ഇതിൻ്റെ കൂടെ പാടിക്കോ അടുത്ത അജണ്ടയിൽ കിടന്നു. അതിന്റെ കൂട്ടത്തിലേ സമയം കളയണ്ട. ഷുഗർ ഉള്ളവര് കുറച്ച് കൂടുതൽ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അല്ല, നമുക്ക് 4-ാം തീയതി ആയിരുന്നു നമ്മുടെ മീറ്റിംഗ്. ശരിക്കും 4-ാം തീയതി ആയിരുന്നു അല്ലേ നമ്മൾ ആദ്യം വെച്ചിരുന്നു ജനറൽ ബോഡി. പിന്നെ അത് നീണ്ടു പോയതാണ്. ഇനി നമ്മൾ എന്തോ കാരണത്താൽ പോസ്റ്റ്പോൺ ചെയ്തു. ചിലപ്പോൾ 3-4 പേര് വരും. ഉപയോഗിക്കാം. ടിഷ്യൂ പേപ്പറുള്ള ഒന്ന് കൊടുത്താലേ എല്ലാവർക്കും ആയി. കോമ്രേഡ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ് ഞങ്ങൾ പതിവായിട്ട് കൂടുന്ന സ്ഥലം ഇത് തന്നെയാണ്. ഇന്ന് തിയോൻ്റെ ബർത്ത്ഡേ ജനുവരി 4-ന് കഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെ മീറ്റിംഗ് ഇത്തിരി വൈകിയ കാരണം ഇന്ന് ബിലേറ്റഡ് കുറച്ച് വൈകിയ ഒരു ബർത്ത്ഡേ ആഘോഷമാണ്. ഈ ഒരു പാട്ട് പാടും. ഇതാണ് നമ്മുടെ സ്ഥലം. കോമ്രേഡിൻ്റെയും ശശീന്ദ്രൻ്റെയും സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വണ്ടിയോടെ കിടക്കുന്നത്. അത് ബാബു അവർ ഒരു ബാങ്കായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ആൾക്കാരുടെ വീട്. ഇങ്ങനെയാണ് ഈ കോമ്പൗണ്ട്. ചാർപ്പി നിങ്ങൾ കയറി വരുന്ന വഴി.